ഹലോ ഗൈസ്, ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് കാട്ടിൽ മേക്കല ക്ഷേത്രമാണ്. വളരെ പ്രശസ്തമായൊരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടേക്ക് അമ്പലത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ജങ്കാറിൽ പോകണം, അല്ലെങ്കിൽ പിന്നെ വള്ളമുണ്ട്, വള്ളത്തിലും പോവാം. വളരെ പ്രസിദ്ധമായൊരു അമ്പലമാണ്. കായലിൻ്റെയും കടലിൻ്റെയും നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന കാട്ടിൽ മേക്കൽ ക്ഷേത്രം. ഇവിടുത്തെ ആചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ മണി, അതായത് നമ്മൾ മനസ്സിലെന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മൾ വിചാരിച്ചിട്ട് ആ അമ്പലത്തിൽ വന്നിട്ട് 7 തവണ, അതായത് 7 മണി നമ്മളവിടെ ആലുണ്ട്, ദാണ്ട് ഈ കാണുന്നതാണ് ആലിൽ നമ്മൾ സമർപ്പിച്ചാൽ 7ാമത്തെ മണി കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ ആഗ്രഹം എന്താണോ അത് നടന്നിരിക്കുമെന്നാണ് പറയുന്നത്. അതാണ് അവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത്. പിന്നെ കടലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് കടൽ. കണ്ടു കഴിഞ്ഞാൽ പിന്നെ അറിയാം, നമ്മുടെ കുട്ടികൾ ഒരിടത്ത് നിൽക്കത്തില്ല. ഓട്ടമാണ്, ബഹളമാണ്, ചാട്ടമാണ്. അമ്പലത്തിൽ പോകുക എന്നതിലുപരി അവർക്കിതൊക്കെയായിരിക്കും സന്തോഷം. അവരവിടെ എല്ലാം ഓടിക്കളിച്ച് നടന്ന് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അമ്പലം ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നല്ലൊരു സന്തോഷമാണ് മനസ്സിൽ. പിന്നെ കുറേ നേരം അവിടെ എല്ലാം കളിച്ചു. നമ്മളൊന്ന് കുറച്ച് നേരം അവർ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു, കുഴപ്പമില്ല. എന്നാലും അവിടെ അപകട മുന്നറിയിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ എവിടെ പോയാലും നമ്മുടെ മക്കൾക്ക് ഒരു ഓട്ടവും ചാട്ടവും ഒക്കെ മസ്റ്റായതുകൊണ്ട് കുറേ നേരം നമ്മൾ അവർക്ക് വിട്ടുകൊടുത്തു. അവർ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് കളിക്കാൻ ഇഷ്ടംപോലെ സ്പേസുണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ ജങ്കാറിൽ ഇതുപോലെ ഇരുന്നുള്ള യാത്ര, അതൊക്കെ പിള്ളേർക്ക് നല്ലൊരു അനുഭവമാണ്. അവരങ്ങനൊന്നും പോയിട്ടുണ്ടാവില്ലല്ലോ. പിന്നെ അവിടെയില്ല കുടിൽ, 12 വിളക്ക് വരെ അവിടെ ഈ കുടിൽ കെട്ടി അവിടെ ഭജന ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ താമസിക്കുന്ന ആ ഷെഡാണ് അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഈ അമ്പലത്തിൽ പോയിട്ടില്ലാത്തവരെല്ലാം ഒന്ന് പോയി നോക്കണം. വളരെ നമ്മൾ മനസ്സിന് നല്ലൊരു പീസ്, ഒരു കാമാൻ, നല്ലൊരു സന്തോഷം തരുന്നൊരു സ്ഥലമാണ്. പിന്നെ നമ്മുടെ പിള്ളേർക്ക് ഓട്ടം മസ്റ്റാണല്ലോ, ഓടുക വീഴുക, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളൊന്നും വാങ്ങിച്ചില്ലെങ്കിലും എല്ലാ കടകളിലും കയറുക, നോക്കുക, ഇറങ്ങുക, ഇതാണ് നമ്മുടെ ജോലി. അപ്പോൾ ഇഷ്ടംപോലെ കടകളുണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.